Hi dears, welcome to Innus Passion World. ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇറച്ചി ചോറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കൊച്ചിക്കാരുടെ സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2.5 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 2 സ്പൂണിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 8 പച്ചമുളക് ഞാൻ ചേർത്തുണ്ട്. നിങ്ങളുടെ പച്ചമുളകിന് എരിവ് കുറവാണെങ്കിൽ 10-12 വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കൈക്കുമ്പിളിൻ്റെ അളവിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ഉള്ളി കൂടി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയും ചെറുതായി ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടെ കുറച്ച് വേപ്പിലിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 2 വലിയ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ സവാളയും കൂടി ഒന്ന് വാടി വന്നതിന് ശേഷം ഞാനൊരു 3 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തക്കാളി ചേർക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റിയില്ല, സോറി. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് വേറെ ഒരു പൊടിയും നമ്മൾ ചേർക്കുന്നില്ല. ഈ 2 പൗഡർ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കും. ഇനി നമുക്ക് തീ ഓഫാക്കി ഇതൊന്ന് മാറ്റി വെക്കാം. ഞാൻ അടുപ്പിലേക്ക് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ അടച്ച് വെച്ച് സാധാരണ നമ്മൾ കറി വെക്കുന്നതിൻ്റെ ഒരു പകുതി വേവിന് നമുക്കിത് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചോറ് വെക്കാൻ പോകുന്നത്. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യോ ഡാൽഡയോ ഉപയോഗിക്കാം. ഇനി അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളകും 1 സ്പൂൺ അളവിൽ പെരിഞ്ചീരകവും 4 കറിയാമ്പും 2 കഷ്ണം പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാൻ ഇതിനകത്തേക്ക് ഒരു വലിയ സവാള നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കറിക്കൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കണം. അത്ര ഒന്നും അങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് നേരിയതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് ഞാനൊരു 1/2 മുറി തേങ്ങയോളം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ ബിരിയാണിക്കൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്ന കണക്കിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനും അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ അരി പുഴുക്കലരി ആണെങ്കിൽ കൂടിയും അതേ രീതിയിൽ തന്നെയാണ് തുടരേണ്ടത്. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് പാൽ ഉൾപ്പെടെ, അതായത് അരച്ച് വെച്ച തേങ്ങ പേസ്റ്റ് ഉൾപ്പെടെ 2 പാത്രം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇറച്ചിയിൽ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് കുറച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇറച്ചിയിൽ അധികം വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറക്റ്റ് അരിയുടെ അളവിന് 2 പാത്രം തേങ്ങാപ്പാൽ ഉൾപ്പെടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. ഇപ്പോൾ 1 പാത്രം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഉൾപ്പെടെ 1 പാത്രം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇനി അടുത്തായിട്ട് പാലുൾപ്പെടെ രണ്ടാമത്തെ അളവ് വെള്ളവും കൂടി നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ചിരിക്കും വെള്ളം ചേർക്കേണ്ടത്. വേവ് നല്ല കൂടിയ അരിയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളം എന്ന അളവിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂൺ അളവിൽ ചെറുനാരങ്ങ പിഴിഞ്ഞത് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 സ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ചോറിൻ്റെ കളർ കണ്ടിട്ടില്ലേ, അതിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് സുരേഖ റൈസാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും ഇതുപോലെ വേവ് അധികം ഇല്ലാത്ത അരി തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ തിളക്കാനായിട്ട് അടച്ചു വെക്കാം. അപ്പോൾ അരി ഒന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഉള്ളരിയൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ റൈസിനകത്ത് വെള്ളം തീരെ അങ്ങോട്ട് വറ്റിപ്പോയിട്ടും അരി വെന്തിട്ടില്ലാത്തൊരവസ്ഥ വരുവാണെങ്കിൽ മാത്രം നമുക്ക് ആ മാറ്റി വെച്ച വെള്ളം ഇതിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് ദമ്മിലിടാൻ പറ്റും. അപ്പോൾ ഇനി ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് വേണം വയ്ക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി ബിരിയാണി റൈസ് ദമ്മിലിടുന്ന പോലെ ഇതും നമുക്കൊന്ന് ദമ്മിൽ വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ പാത്രം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചോറ് ഒന്ന് കയറ്റി വയ്ക്കാം. എന്നിട്ടൊരു മൂടി വെച്ച് മൂടിയതിന് ശേഷം എന്തെങ്കിലും ഒരു ഭാരം കയറ്റി വെച്ച് നമുക്കൊരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഓഫാക്കിയിടാം. അപ്പോൾ നമ്മുടെ ചോറ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ ഒരു പപ്പടവും തൈര് സാലഡും പുളി അച്ചാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ പുളിങ്കറി ഞാൻ ചെയ്തിരിക്കുന്നത് ഈന്തപ്പഴം കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അടുത്തൊരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.